മുളങ്കുന്നത്തുകാവ് ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഗോഡൌണിൽ രാത്രിയുണ്ടായ വൻ തീപിടുത്തത്തിൽ തൊഴിലാളിയായ യുവാവിന് ദാരുണാന്ത്യം. ആലത്തൂർ അമ്പലക്കാട് മുച്ചിത്തറ വീട്ടിൽ വേലായുധന്റെ മകൻ നിബിനാണ് പൊള്ളലേറ്റു മരിച്ചത്. കൊച്ചി നഗരത്തിൽ സ്കൂൾ ബസ്സിനു തീപിടിച്ചു. കുണ്ടന്നൂർ ജംഗ്ഷനിലെ SH സ്കൂളിന്റെ ബസ്സിനാണ് തീപിടിച്ചത്. അപകട സമയത്ത് കുട്ടികളാരും ബസ്സിൽ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ജില്ലയിൽ തീരസുരക്ഷ ഉറപ്പാക്കാൻ ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും ഭൗതിക പരിശോധന നടത്തുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മുളങ്കുന്നത്തുകാവ് ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഗോഡൌണിൽ രാത്രിയുണ്ടായ വൻ തീപിടുത്തത്തിൽ തൊഴിലാളിയായ യുവാവിന് ദാരുണാന്ത്യം. പാലക്കാട് ആലത്തൂർ അമ്പലക്കാട് മുച്ചിത്തറ വീട്ടിൽ വേലായുധന്റെ മകൻ നിബിനാണ് പൊള്ളലേറ്റു മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു തീ പടർന്നത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു തീ പടർന്നത്. ഗോഡൌണിനകത്ത് വൈകിട്ട് വെൽഡിംഗ് ജോലികൾ നടന്നിരുന്നു. ഈ ജോലിക്കിടയിൽ താഴെ പതിച്ച തീപ്പൊരിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് നിഗമനം. വെൽഡിംഗ് ജോലി ചെയ്തിരുന്ന 5 പാലക്കാട് സ്വദേശികളിൽ അമ്പലക്കാട് മുച്ചിത്തറ വീട്ടിൽ വേലായുധന്റെ മകൻ 22 വയസ്സുള്ള നിബിനാണ് പൊള്ളലേറ്റ് മരിച്ചത്. തീ കെടുത്താനായി വെള്ളമെടുക്കാൻ കമ്പനിക്ക് അകത്തേക്ക് കയറിയപ്പോൾ നിബിൻ തീയിൽ അകപ്പെടുകയായിരുന്നു. മറ്റ് കമ്പനി ജീവനക്കാർ 5 മണിക്ക് ജോലി കഴിഞ്ഞ് മടങ്ങിയിരുന്നു. 50-ലേറെ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത്. 7 കോടിയോളം രൂപയുടെ പാർട്സുകൾ കത്തി നശിച്ചതായാണ് പ്രാഥമിക നിഗമനം. മീഡിയ ടൈം, തൃശൂർ. ജില്ലയിൽ തീരസുരക്ഷ ഉറപ്പാക്കാൻ ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും ഭൗതിക പരിശോധന നടത്തുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. അഴീക്കോട് ചേറ്റുവ തീരസുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളുടെ പരിശോധന ചേറ്റുവ മുനക്കക്കടവ് ഭാഗത്ത് ജൂലൈ 11-12 തീയതികളിലും അഴീക്കോട് ജൂലൈ 17-18 തീയതികളിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് നടത്തുക. യാനങ്ങൾ ഇപ്പോൾ ആങ്കർ ചെയ്ത് ബർത്ത് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ കിടന്നാൽ മതിയാകും. രജിസ്ട്രേഷൻ, ലൈസൻസ്, പെർമിറ്റ്, ഇൻഷുറൻസ് രേഖകൾ എന്നിവയുടെ അസലും ഓരോ പകർപ്പുകളും സഹിതം യാന ഉടമകളോ അവരുടെ പ്രതിനിധികളോ ഹാജരുണ്ടായിരിക്കണം. രാജ്യസുരക്ഷ മുൻനിർത്തി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ നടത്തുന്ന പരിശോധനയായതിനാൽ എല്ലാ യന്ത്രവൽകൃത മത്സ്യബന്ധന യാന ഉടമകളും തങ്ങളുടെ യാനം പരിശോധനയ്ക്ക് ഹാജരാക്കുന്ന കാര്യം ഉറപ്പുവരുത്തണം. യന്ത്രവൽകൃത ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും ഭൗതിക പരിശോധന അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഫിഷറീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി 4 ടീമുകളായി തിരിച്ച് യാനങ്ങളുടെ പരിശോധന നടത്തും. റിയൽ ക്രാഫ്റ്റ് സോഫ്റ്റ്വെയർ വഴിയാണ് മത്സ്യബന്ധന യാനങ്ങളുടെ രജിസ്ട്രേഷനും ലൈസൻസും അനുവദിക്കുന്നത്. അപകടത്തിൽപ്പെട്ടും കാലപ്പഴക്കം വന്നും മറ്റും പ്രവർത്തിക്കാത്തതുമായ യാനങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിറ്റുപോയ യാനങ്ങൾ തുടങ്ങിയവ റിയൽ ക്രാഫ്റ്റ് സോഫ്റ്റ്വെയറിന്റെ ഫ്ലിറ്റിൽ നിന്നും യഥാസമയം ഒഴിവാക്കാത്തതിനാൽ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എണ്ണമാണ് സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നത്. ഇത് വിവിധ പദ്ധതി നിർവഹണത്തിനും തീരസുരക്ഷയ്ക്കും രാജ്യസുരക്ഷയ്ക്കും തടസ്സമാകുന്നുണ്ട്. സംസ്ഥാനത്ത് തീരസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് മുൻനിർത്തിയാണ് യാനങ്ങളുടെ യഥാർത്ഥ എണ്ണം കണക്കാക്കുന്നതിന് വേണ്ടി കൃത്യമായ പരിശോധന നടത്തുന്നത്. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ, ചേറ്റുവ ഹാർബർ, മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും പരിശോധന അഴീക്കോട്, ചേറ്റുവ ഹാർബർ, മുനക്കക്കടവ് ഹാർബർ, വിവിധ യാർഡുകൾ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടത്തും. കൂടാതെ മുനക്കക്കടവ്, ചേറ്റുവ ഹാർബർ, അഴീക്കോട് കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനയാന സേവന കൗണ്ടർ സംശയ നിവാരണങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ ഉടമകളുടെ യാനം അന്യ ജില്ലകളിൽ നിലവിലുണ്ടെങ്കിൽ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് മുൻകൂട്ടി അപേക്ഷ നൽകുകയും അത്തരം യാനങ്ങൾ അതാത് ജില്ലകളിൽ തന്നെ പരിശോധിക്കുന്നതിനായി സൗകര്യമൊരുക്കും. ഇത്തരത്തിൽ ഭൗതിക പരിശോധന നടത്തി മാത്രമേ യന്ത്രവൽകൃത ട്രോൾ ബോട്ടുകളും ഇൻബോർഡ് വള്ളങ്ങളും ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ ഇറക്കാവൂ എന്നും എല്ലാ ബോട്ടുടമകളും പരിശോധനയുമായി സഹകരിക്കണമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്.
മാള സർവീസ് സഹകരണ ബാങ്കിൽ 10 കോടി രൂപയുടെ ക്രമക്കേടെന്ന് സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ അടിയന്തരമായി സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് CPIM മാള ഏരിയ കമ്മിറ്റി സഹകരണ വകുപ്പ് അധികൃതരോട് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. നിക്ഷേപകരുടെയും സഹകാരികളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ബാങ്കിനുണ്ടായ സാമ്പത്തിക നഷ്ടം തിരിച്ചുപിടിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കണം. സെക്രട്ടറി, മുൻപത്തെയും ഇപ്പോഴത്തെയും ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കെതിരെയാണ് പ്രധാനമായും റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. 2023 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം ബാങ്കിൽ 5 കോടിയോളം രൂപയുടെ തരളധനം കുറവുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു. കൊച്ചി നഗരത്തിൽ സ്കൂൾ ബസ്സിനു തീപിടിച്ചു. കുണ്ടന്നൂർ ജംഗ്ഷനിലെ SH സ്കൂളിന്റെ ബസ്സിലാണ് തീ പടർന്നത്. അപകട സമയത്ത് കുട്ടികൾ ആരും ബസ്സിലില്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി. സ്കൂളിലേക്ക് കുട്ടികളെ എടുക്കാൻ പോകുമ്പോഴായിരുന്നു സംഭവം. ബസ്സിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട ഡ്രൈവർ പുറത്തിറങ്ങി. ഈ സമയം ഇതിലൂടെ കടന്നുപോയ കുടിവെള്ള ടാങ്കറിൽ നിന്ന് ബസ്സിലേക്ക് വെള്ളമൊഴിച്ചു. അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ബസ് മുഴുവനായും കത്തിനശിച്ചു. ശ്രീനാരായണപുരം വാസുദേവ വിലാസം വളവിൽ വ്യാപാര സ്ഥാപനത്തിലും വീട്ടിലും മോഷണം. മംഗലത്ത് സജീവിന്റെ ഉടമസ്ഥതയിലുള്ള മീനാക്ഷി ബേക്കറിയിലും അംബേദ്കർ കോളനിയിൽ ചൂരപ്പെട്ടി ശാരിയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത്. ബേക്കറിയിൽ നിന്നും 21,000 രൂപയും മിഠായികളും നഷ്ടപ്പെട്ടതായി കടയുടമ പറഞ്ഞു. ശാരിയുടെ വീട്ടിൽ നിന്നും 1,200 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കോതപ്പറമ്പിൽ വീട് കുത്തിത്തുറന്ന് സ്വർണവും വെള്ളിയും കവർന്നിരുന്നു. മത്സ്യകൃഷി രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് സംസ്ഥാന പുരസ്കാരം. തദ്ദേശ സ്ഥാപനങ്ങളിൽ കൊടുങ്ങല്ലൂരിന് 1ാം സ്ഥാനം ലഭിച്ചു. 2ാം സ്ഥാനം പൊയ്യ ഗ്രാമപഞ്ചായത്തിനാണ്. ഉൾനാടൻ മത്സ്യബന്ധന മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ളത്. കൂട് മത്സ്യകൃഷി, പഴുതക്കുളം, മുറ്റത്തൊരു മീൻതോട്ടം, മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും, ബയോഫ്ലോക്സ് മത്സ്യകൃഷി, മുരിങ്ങകൃഷി, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠന സൗകര്യം, നഗരസഭ പൊതുകുളങ്ങൾ മത്സ്യകൃഷിക്കായി വിട്ടുനൽകൽ, ജലാശയങ്ങളിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കൽ, ജലസ്രോതസ്സുകൾ വൃത്തിയാക്കൽ എന്നിങ്ങനെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു. വിജയിപ്പിച്ചത് പരിഗണിച്ചാണ് ഈ അംഗീകാരം. കൊടകര പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും റാങ്ക് ലിസ്റ്റ് റദ്ദു ചെയ്യുക, മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക, റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടകര പഞ്ചായത്തിലെ വികസന മുരടിപ്പിനുമെതിരെ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് ഓഫീസിന് സമീപം നടത്തിയ ധർണ KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. മത്സ്യബന്ധന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യകർഷക ദിനാചരണവും മത്സ്യകർഷക സംഗമവും സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് ഫിഷറീസ് ഓഫീസർ നീതു സക്കറിയ, അന്നമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, മാള ബ്ലോക്ക് കാര്യ സ്ഥിരം സമിതി ചെയർമാൻ ജോസ് മാഞ്ഞൂരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ നൈസൻ, OC രവി, PA ഗീത, A. അഷറഫ്, ജുമൈല ഷഗീർ, ജോളി സജീവ് എന്നിവർ സംസാരിച്ചു. മെലഡൂർ സമിതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. അത് വലിയൊരു ഭാഗ്യമാണ്. കാര്യം ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ വളർച്ച അതിൻ്റെതായ തലങ്ങളിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ നമ്മൾ കഴിയും. അത് നമുക്ക് വലിയ മെച്ചമാണ് ചെയ്യുന്നത്. പലതിനെയും നമുക്ക് ഈ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടമായി. കോവിഡ് കാലഘട്ടത്തിൽ അധ്യാപകർക്ക് ക്ലാസ്സിൽ വരാൻ കഴിയാത്ത സാഹചര്യം, വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസം നിന്നുപോയില്ല. കാരണം അന്നമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ അവാർഡ് ജേതാവ് രമേശ് കരിന്തലക്കൂട്ട മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, വാർഡ് മെമ്പർ TK സതീശൻ, മേലൂർ ഇൻഫന്റ് ജീസസ് ദേവാലയ വികാരി ഫാദർ ജോസ് പാലാട്ടി, മാധ്യമപ്രവർത്തകൻ KN വേണു, ആന്റണി മാളിയേക്കൽ, ഫൗണ്ടേഷൻ സെക്രട്ടറി TN പ്രകാശ്, പ്രധാന അധ്യാപിക PA ജാസ്മി, PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത്, അനിൽ ജോൺ, PV ജലജ എന്നിവർ സംസാരിച്ചു. മാള ഹോളി ചൈൽഡ് ICS സെൻട്രൽ സ്കൂളിൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം. വിജയികളായ വിദ്യാർത്ഥികൾ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. 3 ഗോൾഡും 2 സിൽവറും 2 ബ്രോൺസും കരസ്ഥമാക്കിയാണ് കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ സ്കൂളിന് ഉന്നത വിജയം നേടിക്കൊടുത്തത്. 38 ICSE കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ നടന്ന ICSE ഈസോൺ കരാട്ടെ ടൂർണമെന്റ് മണ്ണൊത്തി ഡോൺ ബോസ്കോ ICSE പ്രിൻസിപ്പൽ ഫാദർ ഷാജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോയ് പീനിക്ക പറമ്പിൽ അധ്യക്ഷത വഹിച്ചു.
നിധി കമ്പനീസ് അസോസിയേഷൻ എറണാകുളം സോണൽ സമ്മേളനം 14 ഞായറാഴ്ച പറവൂരിൽ കിടാമംഗലം കവിത ഇവന്റ് ഹബ്ബിൽ നടക്കുമെന്ന് നിധി കമ്പനീസ് അസോസിയേഷൻ എറണാകുളം സോണൽ പ്രസിഡന്റ് MV മോഹനൻ, സോണൽ സെക്രട്ടറി KO വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം, ബിസിനസ് പെർഫോമൻസ് അവാർഡ് വിതരണം, വനിതാ ഡയറക്ടേഴ്സിന് ആദരവ്, നിധി റൂൾസ് സെമിനാർ എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ K പത്മനാഭൻ, UT രാജൻ, VS തങ്കപ്പൻ, ജെന്നി M ജോർജ്, കെവിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു. ലേബർ കോഡ് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. പൊതുമേഖലാ വിൽപ്പന അവസാനിപ്പിക്കുക, സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CITU അവകാശ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നടന്ന പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും ജില്ലാ വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് MG കിരൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AP ജയൻ, മിനി ഷാജി, മുസ്താഖ് അലി, TS ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. MSS മധ്യമേഖലാ സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഏരിയയിലെ യൂണിറ്റുകളുടെ സംഗമം നടന്നു. വേഴവന MSS കൾച്ചറൽ സെന്ററിൽ നടന്ന പുതിയകാവ്, മതിലകം, വേഴവന, കൊടുങ്ങല്ലൂർ, എറിയാട് എന്നീ യൂണിറ്റുകളുടെ യൂണിറ്റ് തല സമ്മേളനം PV അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. അഷറഫ് മംഗലംപുള്ളി അധ്യക്ഷത വഹിച്ചു. മധ്യമേഖലാ സമ്മേളനം റിപ്പോർട്ടിംഗ് അധ്യാപക അവാർഡ് ജേതാവ് PS സീതി നിർവഹിച്ചു. അബ്ദുൾ റഹ്മാൻ വാച്ചേരി, AM അബ്ദുൾ ജബ്ബാർ, വഹീദ ബദർ എന്നിവർ സംസാരിച്ചു. അഖില കേരള ധീവരസഭ പുത്തൻവേലിക്കര തുരുത്തൂർ ശ്രീ കുമാരവിലാസം സഭ ശ്രീ സുന്ദരേശ്വരി ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്ന പരിഹാര ക്രിയകളും അഷ്ടബന്ധ നവീകരണ കലശവും നടന്നു. ക്ഷേത്രം തന്ത്രി ചാണാടിക്കൽ സുരേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി കണ്ണൻ മാലത്തറ, ജ്യോതിഷ ആചാര്യൻ ജയകൃഷ്ണ പണിക്കർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. സഭാ പ്രസിഡന്റ് KN ചന്ദ്രശേഖരൻ, സെക്രട്ടറി PP ഷിബു, ട്രഷറർ PP രാജു, മാനേജർ IB ബിനേഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മുളങ്കുന്നത്തുകാവ് ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഗോഡൌണിൽ രാത്രിയുണ്ടായ വൻ തീപിടുത്തത്തിൽ തൊഴിലാളിയായ യുവാവിന് ദാരുണാന്ത്യം. ആലത്തൂർ അമ്പലക്കാട് മുച്ചിത്തറ വീട്ടിൽ വേലായുധന്റെ മകൻ നിബിനാണ് പൊള്ളലേറ്റു മരിച്ചത്. കൊച്ചി നഗരത്തിൽ സ്കൂൾ ബസ്സിനു തീപിടിച്ചു. കുണ്ടന്നൂർ ജംഗ്ഷനിലെ SH സ്കൂളിന്റെ ബസ്സിനാണ് തീപിടിച്ചത്. അപകട സമയത്ത് കുട്ടികളാരും ബസ്സിൽ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ജില്ലയിൽ തീരസുരക്ഷ ഉറപ്പാക്കാൻ ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും ഭൗതിക പരിശോധന നടത്തുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.